Hi friends, Realme ഒരു പുതിയ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Realme C35. ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത് 12,000 റേഞ്ചിലാണ്. ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. IPS LCD പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കാമായിരുന്നു. 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫോണിൽ. ഈ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ആവറേജ് ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് 189 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.1 mm. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ സൈഡിൽ പവർ ബട്ടൺ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 കളർ വേരിയൻസിലാണ് ഈ ഫോൺ വരുന്നത്, ഗ്ലോയിങ് ബ്ലാക്ക്, ഗ്ലോയിങ് ഗ്രീൻ. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ യൂണിസോക്കിന്റെ T616 എന്ന പ്രോസസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു പ്രോസസർ എന്ന് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച പ്രോസസർ ഒന്നും ഈ പ്രോസസറിനെ പറയാൻ പറ്റില്ല. ഈ ഒരു പ്രോസസർ ഒക്കെ ആണെങ്കിൽ ഒരു നോർമൽ യൂസിനൊക്കെ ഓക്കെ ആണ്. ഇതൊരു 4G ഫോണാണ്, 5G ഫോൺ അല്ല. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4GB 64GB 4GB 120GB എന്ന വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. LPDDR4X റാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഒരേ സമയത്ത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് ഈ ഫോണിൽ യൂസ് ചെയ്യാം. 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള Realme UI സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഫോൺ വരുന്നത്. മെയിൻ ക്യാമറ വരുന്നത് 50 മെഗാപിക്സൽ ആണ്. 2 മെഗാപിക്സലിന്റെ ഒരു മോണോക്രോം ലെൻസും കൊടുത്തിട്ടുണ്ട്. 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഈ ഫോണിൽ സെൽഫി ക്യാമറ വരുന്നത് 8 മെഗാപിക്സൽ ആണ്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി ഈ ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB 64GB വേരിയന്റിന് വരുന്നത് 11,999 ആണ്. 4GB 128GB പ്രൈസ് വരുന്നത് 12,999 ആണ്. ഫ്ലിപ്കാർട്ടിലും realme.com-ലുമാണ് ഈ ഫോണിന്റെ സെയിൽ നടക്കുന്നത്. മാർച്ച് 12-നാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മികച്ച ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. ഒരു ആവറേജ് ഫീച്ചേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഫോൺ നോർമൽ യൂസിന് ഓക്കെയാണ്, കുഴപ്പമില്ല. എന്നാൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ഫോൺസ് നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക.